മുടികൊഴിച്ചിലുള്ളവർക്ക് മുടികൊഴിച്ചിൽ കുറയാനും പുതിയ മുടി വളരാനും സഹായിക്കുന്ന ഒരു ഡെയിലി ബയോട്ടിൻ ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാം. ഈ ഒരു ഡയറ്റ് പ്ലാൻ സ്ഥിരമായി 4 ആഴ്ച ഫോളോ ചെയ്യുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ കുറയുകയും പുതിയ മുടിയുടെ വളർച്ച കൂടുകയും ചെയ്യും. ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തോ, കാരണം മുടികൊഴിച്ചിലുമായി എന്നെ കാണാൻ വരുന്ന പല പേഷ്യൻസിനും നിർദ്ദേശിക്കുന്ന ഡയറ്റ് പ്ലാനിൻ്റെ ഒരു ഭാഗമാണിത്. മുടി വളരാൻ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒരു പോഷകമാണ് ബയോട്ടിൻ. രാവിലെ എഴുന്നേറ്റ ശേഷം നന്നായി വേവിച്ച 2 മുട്ട കഴിക്കുക. മുട്ടയിൽ ബയോട്ടിനൊപ്പം ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. പുതിയ മുടി രൂപപ്പെടാനും ഹെയർ ഫോളിക്കിൾ ശക്തിപ്പെടാനും ഇവ രണ്ടും പ്രധാനമാണ്. മിഡ് മോർണിംഗ് സ്നാക്ക്: ഒരു പിടി ബദാം അല്ലെങ്കിൽ നിലക്കടല. ഇവയിൽ ബയോട്ടിനോടൊപ്പം വൈറ്റമിൻ ഇ, ആരോഗ്യമുള്ള കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ ഹെയർ ഫോളിക്കിൾസിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. അളവ്: 15 തൊട്ട് 20 ബദാം കഴിക്കാം, അല്ലെങ്കിൽ 20 തൊട്ട് 30 ഗ്രാം നിലക്കടല കഴിക്കാവുന്നതാണ്. ഉച്ചഭക്ഷണത്തിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ മത്തി, അയില പോലത്തെ മീൻ ഉൾപ്പെടുത്തേണ്ടതാണ്. അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ 1 കപ്പ് മഷ്റൂം ഉൾപ്പെടുത്താവുന്നതാണ്. ഇവ ബയോട്ടിനൊപ്പം പ്രോട്ടീൻ, സിങ്ക്, മറ്റ് ഹെയർ ഫ്രണ്ട്ലി ന്യൂട്രിയൻസ് നൽകുന്നു. അളവ്: 100 തൊട്ട് 150 ഗ്രാം മീൻ കഴിക്കാം, അല്ലെങ്കിൽ 1 കപ്പ് മഷ്റൂം. വൈകുന്നേരം 1 മുതൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ്സ്. ഇവയിൽ ബയോട്ടിനോടൊപ്പം വൈറ്റമിൻ ഇ, സെലീനിയം അടങ്ങിയിട്ടുണ്ട്. ഇവ സ്കാൽപ്പിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഹെയർ ഫോളിക്കിൾസിന് ഓക്സിഡൈഡ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു. അത്രയും 1 കപ്പ് പാല്. ഇതിൽ ചെറിയ അളവിൽ ബയോട്ടിനോടൊപ്പം പ്രോട്ടീനും ലഭിക്കും. ഒരു ദിവസത്തെ പ്രോട്ടീൻ ഇൻടേക്ക് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഒരു ഇടത്തരം മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇതിൽ ബയോട്ടിനോടൊപ്പം ബീറ്റാ കാരോട്ടിൻ ധാരാളമുണ്ട്. ശരീരം ഇതിനെ വൈറ്റമിൻ എ ആക്കി മാറ്റും. ഇത് സ്കാൽപ്പിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ഒരു പ്രധാന കാര്യം: ബയോട്ടിൻ മാത്രം കഴിച്ചുകൊണ്ട് എല്ലാവരെയും മുടികൊഴിച്ചിൽ മാറില്ല. അതുകൊണ്ട് ഒരു സമീകൃതമായ ആഹാരരീതിയോടൊപ്പം ആണ് ഇത് ഉൾപ്പെടുത്തേണ്ടത്. പ്രോട്ടീൻ, അയൺ, സിങ്ക്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി12 തുടങ്ങി മുടി വളരാൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് മുടിക്ക് വളരാനുള്ള ഹെയർ ഗ്രോത്ത് പ്ലാന് ഞാൻ നൽകുന്നത്. അടുത്ത എപ്പിസോഡിൽ മുടികൊഴിച്ചിൽ കുറയാനും മുടി നര കുറയാനും സഹായിക്കുന്ന വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യും. ഈ വീഡിയോ മുടികൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യും.